നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ, കൊച്ചി എന്നിവ ലയിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1949. നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ, കൊച്ചി എന്നിവ ലയിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1949. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം രാജ്യസമാചാരം. സൗന്ദര്യലഹരി എന്ന കൃതിയുടെ കർത്താവ് ശങ്കരാചാര്യർ. സൗന്ദര്യലഹരി എന്ന കൃതിയുടെ കർത്താവ് ശങ്കരാചാര്യർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ ബക്രാനങ്കൽ പദ്ധതി ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? സത്ലജ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ ബക്രാനങ്കൽ പദ്ധതി ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? സത്ലജ്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഏത് ലോഹത്തിന്റെ ഉൽപ്പാദനത്തിനാണ് ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം? അബ്രം. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഏത് ലോഹത്തിന്റെ ഉൽപ്പാദനത്തിനാണ് ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം? അബ്രം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. ഏഷ്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം ഏതാണ്? ട്രോംബെ. ഏഷ്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം ഏതാണ്? ട്രോംബെ. ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടിപ്പാത ഏതാണ്? ബോംബെ മുതൽ താനെ വരെ. ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടിപ്പാത ഏതാണ്? ബോംബെ മുതൽ താനെ വരെ. നാഗാലാൻഡിന്റെ തലസ്ഥാനം ഏതാണ്? കൊഹിമ. നാഗാലാൻഡിന്റെ തലസ്ഥാനം കൊഹിമ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചതാര്? റിപ്പൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചതാര്? റിപ്പൺ പ്രഭു. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ദാദാബായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ദാദാബായ് നവറോജി. 1526 പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയ ഭരണാധികാരി ആര്? ഇബ്രാഹിം ലോധി. 1526 പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയ ഡൽഹി ഭരണാധികാരി ആര്? ഇബ്രാഹിം ലോധി. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം ഏതാണ്? പെരിങ്ങളം. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം ഏതാണ്? പെരിങ്ങളം. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? 9ാം പഞ്ചവത്സര പദ്ധതി. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യമായിരുന്നു? 9ാം പഞ്ചവത്സര പദ്ധതി. കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതിന് ശേഷം പകരം വന്ന സംവിധാനത്തിന്റെ പേരെന്ത്? നീതി ആയോഗ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചതിന് ശേഷം പകരം വന്ന സംവിധാനത്തിന്റെ പേരെന്ത്? നീതി ആയോഗ്. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വാർത്താവിനിമയം. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വാർത്താവിനിമയം. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്? 42. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്? 42. അഴിമതി തടയുന്നതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ട വർഷം? 1964. അഴിമതി തടയുന്നതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ട വർഷം 1964. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1947. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1947. വിവരാവകാശ നിയമം പാസായ വർഷം 2005. വിവരാവകാശ നിയമം പാസായ വർഷം 2005. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. വൈഫൈയുടെ പൂർണ്ണരൂപം എന്താണ്? വയർലെസ് ഫിഡിലിറ്റി. വൈഫൈയുടെ പൂർണ്ണരൂപം എന്താണ്? വയർലെസ് ഫിഡിലിറ്റി. വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിലേക്ക് നാസ ജൂണോ എന്ന പേടകം വിക്ഷേപിച്ച വർഷം? 2011 ആഗസ്റ്റ് 5.
വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് നാസ ജൂണോ എന്ന പേടകം വിക്ഷേപിച്ച വർഷം 2011 ആഗസ്റ്റ് 5. 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ കിരീടം നേടിയ രാജ്യം ചിലി. 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ കിരീടം നേടിയ രാജ്യം ചിലി. ഇപ്പോഴത്തെ കേന്ദ്ര മാനവ ശേഷി വികസന വകുപ്പ് മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക്. ഇപ്പോഴത്തെ കേന്ദ്ര മാനവശേഷി വികസന വകുപ്പ് മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ. പ്രകാശ പ്രകീർണത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? അപവർത്തനം. പ്രകാശ പ്രകീർണത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? അപവർത്തനം. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിൽ ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം 17 മീറ്ററിൽ കൂടുതൽ. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം 17 മീറ്ററിൽ കൂടുതൽ. താഴെ പറയുന്നവയിൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് ഏത്? റയോൺ. താഴെ പറയുന്നവയിൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് റയോൺ. ജിപ്സം ഏത് ലോഹത്തിൻ്റെ ധാതുവാണ്? കാൽസ്യം. ജിപ്സം എന്നത് ഏത് ലോഹത്തിൻ്റെ ധാതുവാണ്? കാൽസ്യം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്ത്? യാന്ത്രികോർജത്തെ വൈദ്യോർജമാക്കുന്നു. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്ത്? യാന്ത്രികോർജത്തെ വൈദ്യോർജമാക്കുന്നു. ഐസോടോപ്പുകൾ ഉണ്ടാകാൻ കാരണം ന്യൂട്രോണിൻ്റെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം. ഐസോടോപ്പുകൾ ഉണ്ടാകാൻ കാരണം ന്യൂട്രോണിൻ്റെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം ചലന ജഡത്വം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം ചലന ജഡത്വം. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ. ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ. ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ എത്ര? സിസ്റ്റോളിക് പ്രഷർ എത്ര? 120 mmHg. ഏത് രോഗികളോട് അനുഭവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത്? എയ്ഡ്സ്. ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണം എഴുതുക. പശ്ചിമഘട്ടം. ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണം എഴുതുക. പശ്ചിമഘട്ടം. ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു? 1 ml. ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു? 1 ml. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പന്നിയൂർ. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പന്നിയൂർ. എബോളയുടെ രോഗകാരി ഏത്? വൈറസ്. എബോളയുടെ രോഗകാരി ഏത്? വൈറസ്. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി? മലബാർ വെരുക്. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി? മലബാർ വെരുക്. പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗം ഏത്? ഇനാമൽ. പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗം ഏത്? ഇനാമൽ. ഏത് ജീവികത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ? ജീവകം ഡി. ഏത് ജീവികത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ? ജീവകം ഡി. ഡോട്ട്സ് ചികിത്സാ സംവിധാനം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് രോഗവുമായിട്ടാണ്? ക്ഷയം. ഡോട്ട്സ് ചികിത്സാ സംവിധാനം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് രോഗവുമായിട്ടാണ്? ക്ഷയം.